ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് അതിൻ്റെ അവസാന മത്സരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഫൈനൽ അർജൻറ്റീനയും സ്പെയിനും തമ്മിലാണ്. അതിനു മുമ്പ് ഒരു ലൂസേഴ്സ് ഫൈനലുണ്ട്. സെമി ഫൈനലിൽ തോറ്റ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ. ഇതിനിടയിലാണ് ആരാധകരുടെ ആ ആകാംക്ഷ ഇപ്പോഴും അതിങ്ങനെ മുൾമുനയിലാണ്. ഈ ഗോൾഡൻ ബൂട്ട്, ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് ആർക്ക് കിട്ടും? രണ്ട് പേരാണ് അതിന് മുന്നിലുള്ളത്, കിലിയൻ എംബാപ്പയും ലിയണൽ മെസ്സിയും. കഴിഞ്ഞ തവണയും ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു. അന്ന് എംബാപ്പ 8 ഗോൾ അടിച്ച് മെസ്സിയുടെ 7 ഗോളിനേക്കാൾ 1 ഗോൾ കൂടുതൽ അടിച്ച് ബൂട്ട് സ്വന്തമാക്കുകയായിരുന്നു. ഇത്തവണ വീണ്ടും ഈ താരങ്ങൾ തമ്മിൽ തന്നെയാണ് മത്സരം. ഈ മത്സരത്തിൽ നിലവിൽ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഈ നിമിഷത്തിൽ നേരിയ അഡ്വാൻറ്റേജ് എഡ്ജുള്ളത് മെസ്സിക്കാണ്. കാരണം മെസ്സി 8 ഗോൾ അടിച്ചു, 4 അസിസ്റ്റ്. കിലിയൻ എംബാപ്പയും 8 ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ കിലിയൻ എംബാപ്പയ്ക്ക് 3 അസിസ്റ്റേ ഉള്ളൂ. എന്നാൽ ഈ 2 താരങ്ങൾക്ക് ഓരോ മത്സരം കൂടി കയ്യിലുണ്ട് എന്നുള്ളതാണ്. കിലിയൻ എംബാപ്പയ്ക്ക് ലൂസേഴ്സ് ഫൈനലുണ്ട് ഇംഗ്ലണ്ടിനെതിരെ, മെസ്സിക്ക് ഫൈനലുണ്ട് സ്പെയിനുമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് ആർക്ക് എന്ന് പറയാനേ കഴിയാത്ത സാഹചര്യമാണ്. കാരണം ഇരു താരങ്ങളും 1, 2, 3 ഒക്കെ ഗോള് ഒരൊറ്റ മത്സരത്തിൽ അടിക്കുന്നവരായതുകൊണ്ട് ഏത് നിലയിലേക്ക് ഇത് പോകും ഈ ഗോൾഡൻ ബൂട്ടിനുള്ള ഈ മത്സരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിൽ ചെറിയൊരു മുൻതൂക്കം മെസ്സിക്കുണ്ട് എന്നേ ഉള്ളൂ. അതൊക്കെ മാറി മറിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആരാകും ഗോൾഡൻ ബൂട്ട് ടോപ്പ് സ്കോറർ എന്നുള്ളത്, ഗോൾഡൻ ബൂട്ട് ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് ആർക്ക് കിട്ടും എന്നത് ഇപ്പോഴും വലിയ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുകയാണ്. ഒപ്പം തന്നെ എംബാപ്പയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടി ഉണ്ട്, ഓൾ ടൈം ഗോളിൻ്റെ റെക്കോർഡ്. അതായത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ എക്കാലത്തെയും ഗോൾ വേട്ടക്കാരനായി മാറാനുള്ള റെക്കോർഡ് അതിപ്പോൾ മെസ്സിയുടെ കയ്യിലാണ്. മെസ്സി 21 ഗോൾ അടിച്ചിട്ടുണ്ട്, എംബാപ്പ 20 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ ലോകകപ്പിൽ എംബാപ്പ മറികടക്കുമോ എന്നുള്ളതും ഒരാകാംക്ഷയായി ആരാധകരുടെ ഉള്ളിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഗോൾഡൻ ബൂട്ടിനെ കുറിച്ചാണ് ആരാധകർ മുഴുവൻ ചിന്തിക്കുന്നത്. അതിന് ഇനി നമുക്ക് 4 ദിവസത്തിനുള്ളിൽ, അതായത് ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞ് എംബാപ്പയുടെ കാര്യവും ഫൈനൽ കഴിയുമ്പോൾ മെസ്സിയുടെ കാര്യവും നമുക്ക് അറിയാൻ കഴിയും.